പോട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് നാളെ കാണാം. അങ്ങനെ നമ്മളെ കോളേജ് ഡേ ഇന്നാണ്. അപ്പം നമ്മളെ കോളേജിലത്തെ ഫസ്റ്റത്തെ ദിവസം ഇന്നാണ്. ഇപ്പം നമുക്ക് പോവാം. ഇപ്പം ഏത് വണ്ടി എടുക്കും ഗൈസ്? ഇതിലിപ്പോൾ ഏത് വണ്ടി എടുക്കും? ഷിഫ്റ്റ് എടുക്കണോ, നമ്മളെ ഫോർച്യൂണർ എടുക്കണോ, അതോ ഒമിനി എടുക്കണോ? ഇപ്പം ഏതെടുക്കും ഗൈസ്? നമുക്ക് എന്തായാലും ഷിഫ്റ്റ് തന്നെ എടുത്തിട്ട് പോവാം. ഈ രണ്ട് വണ്ടിയിൽ ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ഫോർച്യൂണറിലാണെന്നുണ്ടെങ്കിൽ ഡീസൽ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ ഷിഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല വരുന്ന വഴിക്ക് കുറച്ച് ഡീസലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഷിഫ്റ്റിൽ തന്നെ കണ്ട് പോവാം. ഓക്കെ, നമുക്ക് ഷിഫ്റ്റ് തിരിച്ചെടുത്തിട്ട് നേരെ ഷുക്കൂറിനോടൊക്കെ പോകണം പറഞ്ഞിട്ടുണ്ട്. ഓന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയില്ല കേട്ടോ, ഇനി ഓന് ഉണ്ടാണാവോ. എന്തായാലും ഓൻ്റെ കൂടെ പോയിട്ട് പോവാം. ഒറ്റക്ക് പോകുമ്പോൾ ഒരു സുഖമല്ലേ ഗൈസ്. നേരെ നമുക്ക് ഓൻ്റെ കൂടെ പോവാം. കത്തിച്ചു വിടാം ഓൻ്റെ അടുക്ക്. ആടാ വണ്ടി സീനാക്കല്ലേ, ഇടിക്കല്ലേ. കോളേജിലേക്കൊക്കെ പോകേണ്ടതാണ് ഈ വണ്ടിയിൽ. ആൾക്കാർ കളിയാക്കും വണ്ടി ഇടിച്ച് പൊളിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ. പറഞ്ഞ് തീർന്നില്ല, വീണ്ടും ഇടിച്ച്. എന്തെങ്കിലും പറ്റണോ? ഓ, ഒന്നും പറ്റിയിട്ടില്ല. നമ്മളെ സുസുക്കി വേറെ ലെവലേ, ഷിഫ്റ്റ് വേറെ ലെവലല്ലേ. ആ, ഇടിക്കാണ്ട് കൊണ്ടുപോകണം. വേഗം പോകണം ഗൈസ്. ഇപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. 10 മണിക്ക് ക്ലാസ് തുടങ്ങും. ഞാൻ ഇപ്പോൾ 9 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. എണിക്കാത്തിട്ട് നേരം വൈകി ഗൈസ്. 9:20 ആകുമ്പോഴാണ് ഞാൻ എണിച്ചത്. 10 മിനിറ്റിനുള്ളിൽ ഒരുങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ പോവുകയാണ്. നേരെ നമുക്ക് അവൻ്റെ അടുക്ക് പോയിട്ട് അവനെയും കൂടി പിക്ക് ചെയ്തിട്ട് പോവാ ഗൈസ്. ഇടിച്ച് വീണ്ടും ഇടിച്ച്. എന്തൊരു ഇലക്കാണ് ഗൈസ് ഇത്. ഇവന്മാർക്കൊന്നും സ്പീഡിൽ ഓടിക്കാറില്ല. നമ്മളെ സമയമാണ് പോണത്. ഞാൻ എന്തായാലും നേരെ ഓനോട് പോയിട്ട് ഓനെ പിക്ക് ചെയ്തിട്ട് ക്ലാസ്സിലോട്ട് പോട്ടെ ഗൈസ്. നമ്മളെ ഷിഫ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഷുക്കൂറിൻ്റെ വണ്ടിയിലാണ് പോണത്. ഇപ്പോൾ ഓൻ്റെ റേഞ്ച് റോവറാണ്, ഓനാണ് ഓടിക്കണത്. കണ്ട ചെക്ക ഓടിച്ചെടുക്കും ഇവിടുന്ന്. ചെക്ക പിന്നെ എക്സ്പേർട്ട് ഡ്രൈവറാണ് കേട്ടോ. ഓൻ്റെ വീടല്ലേ, പിന്നെ ഇവിടുന്നൊക്കെ ഓനക്ക് എടുത്ത് കൊണ്ടുപോകാൻ എളുപ്പമാവും. നമ്മളെ വണ്ടി എടുക്കാറുണ്ട് വേറെ ഒന്നല്ലേ, നമ്മളെ വണ്ടിയുടെ ഡീസൽ ചതിച്ച് ഗൈസ്. ഡീസൽ കഴിഞ്ഞ് നമുക്ക് ബീച്ച് സൈഡിലെ ഭാഗത്തായിട്ടാണ് നമ്മളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ചെക്കൻ്റെ ഡ്രൈവിങ് സ്കില്ല് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഇടിക്കണാവോ കൊണ്ടുപോയിട്ട്. നമുക്ക് എന്തായാലും കോളേജിലെത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ക്ലാസ്സിൽ പോയി ഇരിക്കാം ഗൈസ്. നമ്മളിപ്പോൾ നമ്മളെ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ആരാണ് ആ ക്ലാസ് ടീച്ചർ? പിന്നെ കുറച്ച് കുട്ടികളുള്ളൂ കേട്ടോ. കുറേ കുട്ടികൾ സ്കൂൾ തുറക്കണം അറിയാണ്ട് ലീവിന് വന്നിട്ടില്ല. ഈ തള്ളാണ് ക്ലാസ് ടീച്ചർ ഗൈസ്. ഇത് മറ്റേ സ്കേരി ടീച്ചറല്ലേ? ഗൈസ് നമ്മളെ പിടിച്ചിട്ടുണ്ട്. 5 എത്ര? 5 10 അല്ലേ? 10 നീ ഓട്ട് വാടാ. 10 അന്ന ശരിയാക്കണ. അയ്യോ ഗൈസ് ഇതെന്താ? രാത്രിയായി ഗൈസ്. എന്താ ആരും കാണാനൊന്നുമില്ല. ഇതെന്തിനെ കെട്ടിയിട്ടിരിക്കണ്? ഇതെന്താണ് ഗൈസ് ഇന്നെ കെട്ടിയിട്ടിരിക്കണ്? ഈ തള്ള ഇവിടുന്ന് പോയില്ല ഇപ്പോഴും. ഞാൻ ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണം. അയ്യോ ഇതിനെ അടിക്കണ്. ഗൈസ് അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ കെട്ടൊക്കെ അയച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് വേഗം എസ്കേപ്പ് ആവാം ഗൈസ്. ഈ ടീച്ചർ സീനാണ് കേട്ടോ. സ്കേരി ടീച്ചറാണ്. ഇതെന്താണ് ഗൈസ്? നമ്മളെ വെറുതെ കെട്ടിയിട്ടിട്ട് നമ്മൾ വെറുതെ വന്ന് അടിച്ചു ഗൈസ്. നാളെ ഇതിനുള്ള പണി ഞാൻ നാളെ കൊടുക്കുന്നുണ്ട് ആ ടീച്ചർക്ക്. ഞാൻ എന്തായാലും നാളെ ആ ടീച്ചർക്കുള്ള പണി കൊടുത്തിട്ടേ കാര്യമുള്ളൂ. നമുക്ക് ആ സ്കേരി ടീച്ചറിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗൈസ്. ആ സ്കേരി ടീച്ചറിന് എപ്പോഴും പണി കൊടുക്കണത്. അപ്പോൾ ഓനെ കാണിച്ചു തരാം. ഗാലറി ഉണ്ട്. ഇവനാണ്. ഇപ്പോൾ ഇവനക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഓൻ പറഞ്ഞത് നമ്മളെ സൈറ്റിലേക്ക് വരാനാണ്. മറ്റേ കൺസ്ട്രക്ഷൻ ഏരിയ ഉണ്ടല്ലോ, അങ്ങോട്ട് വരാനാണ്. അവിടുന്ന് നമ്മൾ സ്കേരി ടീച്ചറിന് നല്ല പണിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഗൈസ്. നിങ്ങളെന്തായാലും കണ്ടു ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ ചെക്കനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ചെക്കൻ നമുക്ക് ആ ടീച്ചറിന്റെ വീടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ടീച്ചറിനെ ഇവിടുന്ന് കൺസ്ട്രക്ഷൻ ഏരിയയുടെ അവിടേക്ക് വിളിച്ചു വരുത്തണം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ കുറച്ച് പ്ലാനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ സ്കേരി ടീച്ചറിനെ നമ്മൾ ക്യാഷൊക്കെ അവിടെ ഇട്ടിട്ട് വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങോട്ട് ക്യാഷ് കണ്ട് ഇത്ര ആക്കറാന്താണ് ഈ തള്ളക്ക് ഗൈസ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ടട്ടാ. കണ്ടെയ്നറിന്റെ അടിയിലായിട്ട് നമ്മൾ ചെറിയൊരു ഹോളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിയിൽ മൊത്തം പ്ലെയിൻ ആയിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് ആ ഒരു സ്കേരി ടീച്ചർ അതിന്റെ ഉള്ളിലാവും. നമ്മൾ ആ ഡോർ തുറന്നെടുത്താൽ മാത്രമേ ഇനി പുറത്ത് കയറാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ തൊട്ട് വിചാരിക്കണാണ് ഗൈസ് അതിന് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ചേരം ഇരിക്കട്ടെ ഗൈസ്. പിന്നെ ഗൈസ് എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിപ്പോൾ 11,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ആയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഗൈസ് നമ്മളെ കേഴ്സിഡ് കാർ കില്ലറിന്റെ പാർട്ട് 2 നാളെ ഇടണമെന്ന് വിചാരിക്കണുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നാളെ വേണമെന്നുണ്ടെങ്കിൽ താഴ്ന്ന് കമന്റ് ചെയ്യും കേട്ടോ ഗൈസ്. നമ്മൾ ഈ സ്കേരി ടീച്ചറിന് പണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൻ നെക്സ്റ്റ് ഒരു കിടക്കാഴ്ച ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് കൊണ്ടുപോകണം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.